മാസത്തോളം നീണ്ടുനിന്ന ആറന്മുള വള്ളസദ്യകൾക്ക് സമാപനമായി. 1.5 ലക്ഷത്തോളം ഭക്തരാണ് വള്ളസദ്യയിൽ പങ്കെടുത്തത്. ഉദ്ദിഷ്ടകാര്യത്തിനായി ഭക്തർ സമർപ്പിക്കുന്ന വഴിപാട് വള്ളസദ്യയിൽ കേരളത്തിനകത്തും പുറത്തുനിന്നുമായി പമ്പയിലെ ഇരുകരകളിലെയും 52 പള്ളിയോടങ്ങൾ പങ്കെടുത്തു. ഈ പ്രാവശ്യം ചരിത്രത്തിൽ ആദ്യമായാണ് 524 വള്ളസദ്യകൾ നടന്നത്. പള്ളിയോടങ്ങളിൽ പാടിയെത്തുന്ന തുഴക്കാർ ചോദിക്കുന്ന വിഭവങ്ങൾ എന്തും വഴിപാടുകാർ നൽകുന്നു എന്ന പ്രത്യേകത കൂടി വള്ളസദ്യയ്ക്കുണ്ട്. 70ഓളം വിഭവങ്ങളാണ് സദ്യയിൽ വിളമ്പുന്നതെന്ന പ്രത്യേകത ഇവിടെ മാത്രമാണ്. പള്ളിയോടങ്ങളിൽ എത്തുന്നവർ ഭഗവാന്റെ പ്രതിരൂപമെന്നാണ് വിശ്വാസം. ആറന്മുള വള്ളസദ്യ എന്ന് പറയാം. ഭഗവാൻ ഇഷ്ടമുള്ള വഴിപാടും ഭഗവത്പ്രീതി ഏറ്റവും കിട്ടുന്ന ഒരു വഴിപാടുകളാണ് വള്ളസദ്യ. ഇന്നതിൻ്റെ സമാപനമാണ്. നമുക്കറിയാം, മറ്റ് സദ്യകളിലൊക്കെ വ്യത്യസ്തമായി 70-ൽ പരം വിഭവങ്ങൾ പള്ളിയോടത്തെ വരുന്ന ഓരോരുത്തരും പാടി ചോദിക്കുന്നത് ഭഗവാന്റെ പ്രതിരൂപമെന്ന് കണ്ടുകൊണ്ട് ഇത് ഭഗവാനായി തന്നെ സങ്കല്പിച്ചുകൊണ്ടാണ് അവർ എന്ത് ചോദിച്ചാലും വഴിപാടുകാരും അവിടെ അവർക്ക് യഥേഷ്ടം നൽകുന്നത്. അങ്ങനെ യഥേഷ്ടം നൽകി അവർ സംതൃപ്തിയോടെ പോകുമ്പോൾ അത് ഭഗവാൻ സംതൃപ്തനായി എന്നുള്ള കണക്കൂട്ടൽ